ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കായെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ചിന്തിച്ചത് റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ യോഹന്നാനെ തിളപ്പിച്ച എണ്ണയിലിട്ട് ഒരു കോഴിയെ അല്ലെങ്കിൽ മീനിനെ വറുത്തെടുക്കുന്നത് പോലെ യോഹന്നാനെ വറുത്തെടുത്ത് കൊന്നുകളയുവാൻ ശ്രമിച്ചപ്പോൾ സർവശക്തനായ ദൈവം അവിടെ നിന്ന് യോഹന്നാനെ രക്ഷിച്ച് ഒടുവിൽ ഡൊമീഷ്യൻ ചക്രവർത്തി പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനെ നാട് കടത്തുവാനായിടയായി തീർന്നു. ഏഷ്യ മൈനറിലെ ഈജിയൻ കടലിലെ ഒരു ദ്വീപായിരുന്നു പത്മോസ്. ഏകദേശം 15 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ദ്വീപായിരുന്നു. കുറ്റവാളികളെ നാട് കടത്തിയിരുന്ന സ്ഥലം പാറക്കെട്ടുകളും മുമ്പ് നാട് കടത്തിയ കുറ്റവാളികളുടെ അസ്ഥികൾ നിറഞ്ഞിരുന്നതുമായ ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് ഭയാനകമായ ഒരു സ്ഥലമായിരുന്നു പത്മോസ് ദ്വീപ്. പ്രിയ ദൈവജനമേ, യോഹന്നാൻ്റെ കഴുത്തു മുതൽ ഉദരം വരെ കത്തികൊണ്ട് കീറിയിട്ടും യോഹന്നാൻ മരിച്ചിട്ടില്ല. യോഹന്നാനെ വീണ്ടും തിളപ്പിച്ച എണ്ണയിലിട്ട വേളയിലും യോഹന്നാന് മരണമൊന്നും സംഭവിച്ചില്ല. കാരണം യോഹന്നാൻ്റെ ശുശ്രൂഷ അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാൻ്റെ ശുശ്രൂഷ അവിടെ അവസാനിച്ചിരുന്നു എങ്കിൽ സർവശക്തനായ ദൈവം അവനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ കഷ്ടങ്ങൾ ആകുന്നത് നമ്മുടെ ഗുണത്തിനായിട്ടാണ് എന്ന് പലർക്കും മനസ്സിലാകുവാനായി സാധിക്കുന്നില്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവദാസൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ അത് അവരുടെ ഗുണത്തിനാണ് എന്ന് നാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. 119 സങ്കീർത്തനം അതിൻ്റെ 71-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ വേണ്ടിയാണ് ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നത്. എബ്രായലേഖനം 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുമ്പോൾ അവൻ്റെ വിശുദ്ധിയിലേക്ക് നാം എത്തുവാൻ വേണ്ടി ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ഒരു പതിവുണ്ട്. അതാണ് വെച്ചാൽ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പോൾ യോഹന്നാനെ ദൈവം കഷ്ടതയിലൂടെ കടത്തിവിട്ടിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് നൽകുവാനായിടയായിത്തീർന്നത്, അല്ലെങ്കിൽ യോഹന്നാനെ പ്രദർശിപ്പിക്കുവാനായിടയായിത്തീർന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയെ, പ്രയാസങ്ങളെ നാം സ്വീകരിച്ച്
പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ശരണം പ്രാപിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായിടയായിത്തീരും. നമ്മളിന്ന് രാത്രിയിൽ വായിച്ച വിശുദ്ധ വേദഭാഗം വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഒന്ന് വിശ്വസ്ത സാക്ഷി, 2 മരിച്ചവരിൽ ആദ്യജാതൻ, 3 ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നാണ് നാം വായിപ്പാനിടയായത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയും പാപികളായവർക്ക് വേണ്ടിയും ഭാവിയിൽ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം തക്ക സമയത്ത് നിവർത്തിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് ആമേൻ യേശുവിനെ വിശ്വസ്ത സാക്ഷി എന്ന് പറയുവാനിടയായിത്തീർന്നത്. ആമേൻ മലാഖിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയായ ഞാൻ മാറാത്തവനാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ ഒരു നാളും മാറിപ്പോകത്തില്ല എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നത്. 2, നമ്മുടെ കർത്താവ് മരിച്ചവരിൽ ആദ്യജാതനെന്നാണ് വായിപ്പാനിടയാത്. നമ്മുടെ കർത്താവ് യേശു മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ നിരയെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നു. 23-ാമത്തെ വാക്യത്തിൽ ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു എന്നാണ് നാം കാണുന്നത്. അതാണ് ഇവിടെ കാണുന്നത്, മരിച്ചവരിൽ ആദ്യജാതൻ. അപ്പോൾ സ്തോത്രം, ആ മരിച്ചവരിൽ ആദ്യഫലം ക്രിസ്തുവായിട്ട് യേശു തന്നെ അവൻ ഉയർത്തെഴുന്നേൽക്കാൻ ഇടയായി തീർന്നു. 3-ാമത് പറയുന്നത് ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നാണ് കാണുന്നത്. ഭൂമിയിലെ സകല ഭരണാധികാരികൾക്കും, ഭൂമിയിലെ സകല രാജാക്കന്മാർക്കും, ഭൂമിയിലെ സകല മന്ത്രിമാർക്കും എല്ലാവർക്കും മീതെയുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാജ്യങ്ങൾ ആര് ഭരിക്കണം, ആര് ഭരിക്കേണ്ട എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് ദൈവവും അവൻ ഏറ്റു ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകുവാനായിടയായി തീർന്നു എന്ന് കാണുന്നുണ്ട്. റോമാലേഖനം 13-1 ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾ കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ യേശു ഭൂരാജാക്കന്മാർക്ക് അധിപതി തന്നെയാണ് പ്രിയമുള്ളവരെ. ആകയാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിൻ്റെ അതേ സവിശേഷതയാണ് അവിടെ കാണുന്നത്. 1, നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ്. 2, നമ്മുടെ കർത്താവ് മരിച്ചവരിൽ ആദ്യജാതനാണ്. 3, നമ്മുടെ യേശുക്രിസ്തു ഭൂരാജാക്കന്മാർക്ക് അധിപതി തന്നെയാണ് പ്രിയമുള്ളവരെ. ആകയാൽ ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്, ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ കർത്താവാണ് നമ്മുടെ ഗുരുവും നമ്മുടെ കർത്താവുമായിരിക്കുന്നത്. ആ കർത്താവ് വേഗം വരുവാൻ സമയം ആഗതമായിരിക്കുന്നുണ്ട്. കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഈ സമയം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും, കൃപയെ സൂക്ഷിക്കും. പ്രാർത്ഥന കേട്ടതേക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ, ആമേൻ.